നമ്മുടെ സ്പ്രിംഗ് ഫീവർ സീരീസിൻ്റെ തേർഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കാണിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഈ ഒരു ട്രെയിനിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നായികയ്ക്കാണെങ്കിൽ ഈ സിറ്റുവേഷൻ മുൻപ് എവിടെയോ സെയിം ആയിട്ട് അവൾക്ക് ഫീൽ ചെയ്ത പോലെ തോന്നുന്നുണ്ട്. പക്ഷെ കറക്റ്റായിട്ട് ഓർമ്മയൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നായിക പറയുന്നുണ്ട്, അതെ നമുക്ക് ആദ്യം സെജിനെ കണ്ടുപിടിക്കാം. ട്രെയിനിൽ ഇത്ര തിരക്കുണ്ടായതുകൊണ്ട് തന്നെ പുറത്ത് സ്റ്റേഷനിലൊന്നും ഇറങ്ങാനുള്ള ചാൻസ് ഇല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ സെജിൻ ഇത്ര നേരം സംസാരിച്ചിരുന്ന ആ ഒരാളെ കാണുന്നത് കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ആ ഒരു മനുഷ്യനെ നോക്കുകയാണ്. അപ്പോൾ ദേ വേറെ ആരുമല്ല, ഇത് നമ്മുടെ ലോയറാണ്. ഈ ലോയർ വർഷങ്ങളായിട്ട് നമ്മുടെ നായകൻ അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ. നമ്മുടെ നായകനെ കണ്ട വഴിക്ക് ചോദിക്കുന്നുണ്ട്, സഞ്ജയ്ക്കോ എന്ന് ഞെട്ടിത്തേച്ചുകൊണ്ട് കേട്ടോ ചോദിക്കുന്നത്. ഇങ്ങനൊരു സ്ഥലത്ത് വെച്ച് ഇവനെ മീറ്റ് ചെയ്യുന്നത് തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മുടെ നായകൻ തിരിച്ച് ഇവനെയും വിളിക്കുന്നുണ്ട്. ഇവൻ്റെ പേര് ചോയ് ജുൺ എന്നാണ്. നമുക്ക് ജുൺ എന്നങ്ങോട്ട് വിളിക്കാം. ജുൺ പറയുന്നുണ്ട്, ഓ 10 വർഷമായിട്ട് നിന്നെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ നീ മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ നമ്മുടെ ജേക്കു ആണെങ്കിൽ ജുണ്ണിൻ്റെ ക്വസ്റ്റ്യനുള്ള ഉത്തരമൊന്നും അല്ല പറയുന്നത്. അല്ല, ഈ ഹൈസ്കൂളിൽ പഠിക്കുന്ന സെജിൻ്റെ കൂടെ നീ എന്ത് ചെയ്യുക, നീ അവളുടെ ആരാ എന്നുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമ്മുടെ ജുൺ ചോദിക്കുന്നുണ്ട്, ഇത്ര വർഷത്തിന് ശേഷം കണ്ടിട്ട് നിനക്ക് ആകെ കൂടി ചോദിക്കാനുള്ളത് സെജിനെ കുറിച്ചാണോ? എന്നെക്കുറിച്ച് നിനക്കൊന്നും അന്വേഷിക്കാനില്ല, എൻ്റെ വിശേഷമൊന്നും നിനക്ക് അറിയേ വേണ്ടേ, എന്താ അന്വേഷിക്കാതെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നായകൻ പറയുന്നത്, ഐ ഡോണ്ട് കെയർ, നിൻ്റെ കാര്യമൊന്നും ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് നമ്മുടെ നായകൻ ജയ്ക്കു ദേഷ്യത്തോടെ നമ്മുടെ ജുണ്ണിൻ്റെ കോളറിൽ പിടിച്ചിട്ട് സെജിനുമായിട്ടുള്ള നിൻ്റെ റിലേഷൻഷിപ്പ് എന്താണെന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടി ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ നായിക വന്നിട്ട് ഇവർ രണ്ടുപേരുടെയും കോളറിൽ പിടിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ എന്താ പ്രോബ്ലം ഒന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. എങ്കിൽ നിങ്ങളത് പിന്നെ പറഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ അത് അടിച്ചു തീർക്കുക, ഇപ്പോഴല്ല അതിൻ്റെ സമയം എന്ന് പറഞ്ഞിട്ട് ജുണ്ണിൻ്റെ രണ്ട് കോളറിലും പിടിച്ചിട്ട് സെജിൻ എവിടെ, ഞാൻ അവളുടെ ക്ലാസ് ടീച്ചറാണ്, സെജിൻ എവിടെയെന്ന് ചോദിക്കുകയാണ്. ജുണ്ണാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവൾ പിടിച്ച ഈ ഒരു പിടിയൊക്കെ വിടിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇവനെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതെ, ഞാൻ സെജിൻ്റെ ഓൾഡർ ബ്രദറാണ്, അതായത് സെജിൻ്റെ ചേട്ടനാണ്. സെജിനെ കുറിച്ച് ഇത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സെജിൻ എവിടെയാണെന്നൊക്കെ അവളുടെ വീട്ടുകാർക്ക്, അതായത് ഞങ്ങളുടെ പാരൻസിന് അറിയാമെന്ന് പറയാണ്. എന്നിട്ട് നമ്മുടെ ജൂൺ, അതായത് സെജിൻ്റെ ചേട്ടൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവൾ വീട് വിട്ട് വന്നതാണെങ്കിൽ തന്നെ എൻ്റെ കൂടെയാണ്, അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴാണ് കുറച്ചങ്ങ് നീങ്ങി നിൽക്കുന്ന നമ്മുടെ സെജിൻ്റെ ശബ്ദം വരുന്നത്. അല്ല, അപ്പം ഞാൻ വീട് വിട്ട് പോകുന്നത് എങ്ങോട്ടാന്ന് നമ്മുടെ പാരൻസിന് അറിയുമായിരുന്നോ? ഓ, അപ്പോൾ ഇതൊരു ഔട്ടിങ് പോലെ ആയിരുന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ്. സെജിൻ ജുണ്ണിൻ്റെ അടുത്തുണ്ടെന്നൊക്കെ ചിലപ്പോൾ ഓൾറെഡി ജുൺ ഇവരുടെ പാരൻസിനെ വിളിച്ച് പറഞ്ഞു കാണും. പക്ഷേ സെജിൻ്റെ വിചാരം സെജിൻ ആരോടും പറയാത്തതുകൊണ്ട് ചേട്ടനും പറഞ്ഞിട്ടില്ല എന്നതായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ ഇവർ 3 പേരും കൂടി തിരിച്ചു പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ നീസാണെങ്കിൽ ഇവരോട് 2 പേരോടും ക്ഷമ ചോദിക്കുകയാണ്. കാരണം കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാതെ ഇവർ രണ്ടുപേരെയും ബുദ്ധിമുട്ടിച്ചു, സോറി എന്ന് പറയാണ്. നമ്മുടെ ബോം അവനെ സമാധാനിപ്പിക്കേണ്ട, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ 3 വർഷമായി ഒരുമിച്ചുള്ളതാണ്, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഫ്രണ്ട്സ് അല്ല, ഒരു ഫാമിലി പോലെ ആയിരിക്കും. നീ ചെയ്തത് റൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്നാണ് നമ്മുടെ നായിക പറയുന്നത്. ഇവൻ ചെയ്തത് ഒരു ബ്രേവ് ആയിട്ടുള്ള കാര്യം തന്നെയാണെന്നാണ് ഇവൻ്റെ അങ്കിളും പറയുന്നത്. പക്ഷേ ഇവൻ്റെ ടെൻഷൻ സെജിൻ ഇപ്പോൾ നല്ല ദേഷ്യത്തിലായിരിക്കും ഇവനോട് എന്നതാണ്. അതേസമയം നമ്മുടെ സെജിൻ്റെ ചേട്ടൻ ജുൺ ആണെങ്കിൽ സെജിന് അവളുടെ ആ ഒരു നൈറ്റ് ഡ്രസ്സിൻ്റെ സ്ലീവും അതൊക്കെ ഇങ്ങനെ ശരിയാക്കി കൊടുക്കുകയാണ് കേട്ടോ. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സെജിനാണെങ്കിൽ അവളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ സെജിനാണെങ്കിൽ ശരിക്കും നമ്മുടെ നീസിൻ്റെ അടുത്ത് ദേഷ്യമുണ്ട്. ഇവനാണെങ്കിൽ ഈ ഒരു ടീച്ചറിൻ്റെ അടുത്ത് ഈ കാര്യം പോയി പറയുന്നൊന്നും ഇവൾ തീരെ വിചാരിച്ചിട്ടില്ല. പക്ഷെ ജുണ്ണാണെങ്കിൽ നമ്മുടെ സെജിൻ്റെ ക്വസ്റ്റ്യൻസിനുള്ള മറുപടി ഒന്നും പറയാതെ അവൻ്റെ കുറേ ഡൗട്ട്സ് പറയാണ്. അതായത് നിൻ്റെ ടീച്ചർ ബോമും നിൻ്റെ ഫ്രണ്ടിൻ്റെ അങ്കിളും ഇവർ തമ്മിൽ എങ്ങനെയാണ് പരിചയം, ഇവരെന്തുകൊണ്ട് ഒരുമിച്ച് വന്നതെന്നൊക്കെയാണ് ഇവൻ ചോദിക്കുന്നത് കേട്ടോ. നമ്മുടെ സെജിൻ ചോദിക്കുന്നുണ്ട്, അതേ ചേട്ടാ, ഞാൻ എന്നെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ചേട്ടനും എൻ്റെ ഫ്രണ്ടിൻ്റെ അങ്കിളും തമ്മിൽ എങ്ങനെയാണ് പരിചയം, നിങ്ങൾ രണ്ടാളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നൊക്കെയാണ് ഇവളെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവനൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ഇവരുടെ 2 പേരും പഠിക്കുന്ന ടൈം, അതായത് നമ്മുടെ നായകനും ജുണ്ണും ഒരേ ക്ലാസ്സിലായിരുന്നു പണ്ട്. ക്ലാസ്സിൻ്റെ ഒരു കോർണറിൽ നമ്മുടെ അങ്കിള് ഈ ഒരു ബേബീനെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ബേബി ആണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് ക്ലാസ്സിൽ. സാറ് പറയുന്നുണ്ട്, ഈ കൊച്ചിനെ നീ വീട്ടിലുണ്ടാക്കിയിട്ട് വാ, നിൻ്റെ വീട്ടിൽ ഈ കൊച്ചിനെ നോക്കാൻ ആരുമില്ലേ, നിൻ്റെ സ്വന്തം കൊച്ചൊന്നല്ലല്ലോ, നിൻ്റെ സിസ്റ്ററിൻ്റെ കൊച്ചല്ലേ എന്നാണ് പറയുന്നത്. ഈ ക്ലാസ്സിലത്തെ ഒരു ടോപ്പ് സ്റ്റുഡൻ്റ് ആണെന്ന് തോന്നുന്നു ജുണ്ണ്. അതുകൊണ്ട് തന്നെ സാറ് ഈ ജുണ്ണിന് ഫേവറായിട്ടാണ് സംസാരിക്കുന്നത്. അതായത് ജുണ്ണിന് നന്നായി പഠിച്ച് വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ളതാണ്. ഈ കൊച്ചിൻ്റെ കരച്ചിൽ കാരണം എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവന് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോകാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെയാണ് പറയുന്നത്. ഇവനാണെങ്കിൽ എന്ത് ചെയ്തിട്ടും ഈ ഒരു കൊച്ചിൻ്റെ കരച്ചിൽ നിൽക്കുന്നുമില്ല. ഈ ക്ലാസ്സിൽ പഠിക്കുന്ന വേറെ പിള്ളേർ പറയുന്നുണ്ട്, അല്ല ഇവനൊരു സിസ്റ്റർ ഉണ്ടെന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്, പക്ഷേ ഇവൻ്റെ സിസ്റ്റർ എവിടെയാണ്, ഞാൻ ഇതേവരെ കണ്ടിട്ടില്ലല്ലോ, ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ജൂൺ എഴുന്നേൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് നേരെ പോയിട്ട് ഈ ഒരു ബേബീനെ എടുക്കുകയാണ്. ജൂൺ എടുത്ത വഴിക്ക് ബേബിയുടെ കരച്ചിൽ മാറുകയാണ്. അതായത് എങ്ങനെയാണ് ബേബീനെ എടുക്കേണ്ടതെന്ന് ജൂൺ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ സെജിനും ഈ ഒരു ടൈമിൽ ഈ സെയിം പ്രായമായിരുന്നല്ലോ. അപ്പോൾ സെജിനെ എടുത്ത് ഉള്ള ഒരു പ്രാക്ടീസിലാണ് ഈ ഒരു ബേബീനെ ഇവൻ എടുക്കുമ്പോൾ ബേബിയുടെ കരച്ചിൽ മാറുന്നത് കേട്ടോ. അങ്ങനെ ഈ ബേബിയുടെ കരച്ചിൽ ഫുള്ള് ഇവൻ മാറ്റുന്ന കണ്ടിട്ട് ക്ലാസ് ഫുള്ള് ക്ലാപ്പ് ചെയ്യാൻ കേട്ടോ. മാത്രമല്ല ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സും ആവുന്നുണ്ട്.
നെക്സ്റ്റ് സീനിൽ നമ്മുടെ നായകൻ അവൻ്റെ സ്കൂളിലെ ലോക്കർ റൂം തുറന്ന് നോക്കുമ്പോൾ അവൻ്റെ ഒരു പെട്ടിയിൽ ഫുള്ള് ക്യാഷ് ഇരിക്കുകയാണ് കേട്ടോ. ഇവർ രണ്ടുപേരും സ്റ്റാർട്ടിങ്ങിൽ ഫ്രണ്ട്സ് ആയിരുന്നെങ്കിലും പിന്നെ ഫ്രണ്ട്സ് ആയിരുന്നില്ല, സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവൻ മനസ്സിൽ പറഞ്ഞതാ, ഇവരോട് തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല. അവിടെ ബോം പറയുന്നുണ്ട്, അല്ല നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എങ്ങനെയാണ് പരിചയം എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പരിചയമൊന്നുമില്ല, ഞങ്ങൾ സ്ട്രേഞ്ചേഴ്സ് തന്നെയാണെന്ന്. നമ്മുടെ ബൊമ്മാണെങ്കിൽ ട്രെയിനിൽ വെച്ച് കേട്ടായിരുന്നു, അതായത് അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 10 വർഷമായിട്ട് നിന്നെ അന്വേഷിക്കുകയായിരുന്നു എന്നൊക്കെ നമ്മുടെ ജൂൺ പറഞ്ഞല്ലോ, അത് ഫുള്ള് ഇവൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തിനാ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവനെ ജൂൺ അന്വേഷിക്കുന്നതെന്നാണ് ഇവൾ ആലോചിക്കുന്നത്. ജൂൺ ഇത്രയും വർഷമായിട്ട് എന്തിനാണ് ഇവനെ അന്വേഷിച്ചതെന്നൊക്കെ ഇവന് കറക്റ്റായിട്ട് അറിയാം. പക്ഷേ ഒന്നുമില്ല, അതൊക്കെ വിട് എന്നാണ് പറയുന്നത്. കാര്യം ഓപ്പൺ ആയിട്ടൊന്നും പറയുന്നില്ല. എൻ്റെ ലൈഫും അവൻ്റെ ലൈഫും തമ്മിൽ ഒരു ബന്ധവും എന്നാണ് കേട്ടോ നമ്മുടെ നായകൻ പറയുന്നത്. അങ്ങനെ ഇവൻ്റെ ജീപ്പ് നേരെ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി നിർത്തുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ബോം ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഇവിടെ നിർത്തി, നമുക്ക് ഹൈവേയിലേക്ക് കയറേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, അതെ കഴിഞ്ഞ 5.5 മണിക്കൂറായി ഡ്രൈവ് ചെയ്യാണ്. നായകൻ ജയ്ഗ്യു പറയുന്നത് ജയ്ഗ്യുവിന് ക്ഷീണമുണ്ടെന്നല്ല, പുറകിലിരിക്കുന്ന നമ്മുടെ ഹെൻജിയോളിന് ക്ഷീണമായി കാണുന്നതാണ്, അവൻ ഇപ്പോൾ ഉറങ്ങേണ്ട സമയമാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഹെൻജിയോളാണെങ്കിൽ സെജിൻ്റെ മെസ്സേജ് ഒന്നും വരാത്ത കാരണം നല്ല ടെൻഷനിലാണ്. അങ്ങനെ നെക്സ്റ്റ് സീനിൽ നമ്മുടെ ബോമും ജയ്ഗ്യോളും റിസപ്ഷൻ്റെ അവിടെ പോയിട്ട് റൂം ചോദിക്കുകയാണ്. അപ്പോൾ സംഭവം ഇന്നൊരു ബിസി ഡേ ആണ്, അതുകൊണ്ട് തന്നെ റൂമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. കേൾക്കുമ്പോൾ നമ്മുടെ ബോം ഹാപ്പി ആവുകയാണ്, അത് ഇവിടെ റൂമൊന്നുമില്ല, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയാണ്. അപ്പോഴേക്കും റിസപ്ഷനിലിരിക്കുന്ന ലേഡി പറയുന്നുണ്ട്, അതെ ഒരു റൂം അവൈലബിൾ ആണ്, അതൊരു ഫാമിലി റൂമാണ്, 2 കട്ടിൽ കാണും, ഒരു സിംഗിൾ ബെഡുള്ള ഒരു കട്ടിലും ഒരു ഡബിൾ ബെഡുള്ള ഒരു കട്ടിലും. അപ്പോൾ ജയ്ഗ്യു പറയുന്നുണ്ട് അതെടുക്കാമെന്ന്. അപ്പോൾ നമ്മുടെ ബോമാണെങ്കിൽ സമ്മതിക്കുന്നില്ല. ബോം പറയുന്നുണ്ട്, അതെ നിങ്ങൾ രണ്ടുപേരും ഫാമിലിയാണ്, പക്ഷെ ഞാൻ ഫാമിലി അല്ലല്ലോ എന്ന്. ഇതിന് മറുപടിയായിട്ട് നമ്മുടെ നായകൻ പറയുന്നത്, അല്ല നിങ്ങളല്ലേ കുറച്ച് നേരത്തെ കാറിലൊക്കെ ഇരുന്ന് പറഞ്ഞേ സ്കൂളിലുള്ള എല്ലാവരും ഒരു ഫാമിലിയാണെന്ന്. നേരെ ജയ്ഗ്യു ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്കിനി റൂമിൽ കയറിയിട്ട് എന്തെങ്കിലും ചെയ്യാനാണോ എന്ന്. ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഇതിനെ വേറെ റൂം എല്ലാവർക്കും കൂടി ഈ ഒരു ഫാമിലി റൂമിൽ കിടക്കാമല്ലോ എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഇവൻ്റെ ഈ ഡയലോഗിലൊക്കെ കൂടി ഇവളങ്ങ് പെട്ടുപോയിട്ടോ. അതെ അങ്ങനെ ഈ റൂമിൽ രണ്ടുപേരും കൂടി എത്തി. റൂമൊക്കെ നല്ല സ്വീറ്റായിട്ട് കപ്പിൾസിന് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ നായകനാണെങ്കിൽ ചെറിയൊരു ചമ്മലൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ഇത്ര നേരം ഇവന് ചമ്മലൊന്നും ഉണ്ടായില്ല കേട്ടോ. പക്ഷെ നമ്മുടെ ബോമനാണെങ്കിൽ അതിലേറെ ചമ്മലാട്ടോ. അവൾ പെട്ടെന്ന് തന്നെ പോയിട്ട് ആ സ്വാനിനെയും റോസ് പെറ്റൽസൊക്കെ തട്ടി നിലത്തേക്ക് ഇടുകയാണ്. അങ്ങനെ ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഹാങ്ക്യോൾ അങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നായക പെട്ടെന്ന് തന്നെ അവനോട് പറയുന്നുണ്ട്, അതേ വേഗം പോയി കുളിച്ചിട്ട് വന്നേന്ന് പറയുകയാണ്. ഈ ഹെൻഗ്യോളിനെ ഞാൻ ഈ ഡ്രാമ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് നീസ് എന്നാണ് പറയുന്നത്. ശരിക്കും നീസ് അല്ല കേട്ടോ, നെഫ്യൂ ആണ്. എനിക്ക് തെറ്റിപ്പോയത്, ഞാൻ ഇപ്പോഴും അത് ഓർത്തു പോയത്. അങ്ങനെ നമ്മുടെ ഹെൻജിയോള്, നെഫ്യൂ ആയ ഹെൻജിയോള് കുളിക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ടൈമിൽ നമ്മുടെ നായകനാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുഷപ്പ് ഒക്കെ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഈ ഒരു സമയത്ത് പുഷപ്പ് ചെയ്യുന്നതെന്ന്. ഇവനിതൊരു ഹാബിറ്റാലോ. ഇവനാണെങ്കിൽ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന കാരണം ഇന്ന് ചെയ്യാത്തതിൻ്റെ ഒരു സുഖക്കുറവും ഉണ്ട്. അങ്ങനെ നെക്സ്റ്റ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവളുടെ അടുത്ത് വന്നിട്ട് ഇവൻ്റെ കാല് പിടിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അവളാണെങ്കിൽ ഞാൻ ബിസിയാന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ നടക്കുന്നില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ നായക പോയിട്ട് അവൻ്റെ കാല് പിടിക്കുകയാണ് കേട്ടോ. ഇവൻ പറയുന്നുണ്ട്, അതെ ഞാനൊരു 100 തവണ റെപ്സ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ദേ ഫസ്റ്റ് ഇതിൽ തന്നെ നേരെ വരികയാണ്, ജസ്റ്റ് മിസ്സ്, അല്ലെങ്കിൽ ഒരു കിസ് നടന്നേനെ. ഒരു 3-4 സെക്കൻഡ് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓം പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റിട്ട് ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അത് ഈ ഹോട്ടലിൽ ഒരു സ്വിമ്മിംഗ് പൂളും ജിമ്മൊക്കെ ഉണ്ട്, അപ്പോൾ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ പുറത്ത് പോയി വർക്കൗട്ട് ചെയ്തോന്ന് പറയാണ്. അങ്ങനെ ഇവൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം നോക്കുമ്പോൾ നല്ല സ്പീഡിലാണ് കേട്ടോ ഇവൻ വർക്കൗട്ട് ചെയ്യുന്നത്, വെറുതെ അല്ല ഇവന് ഓടാനൊക്കെ പറ്റിയത്. അപ്പോൾ ഇവൻ നോക്കുമ്പോൾ ഒരു ആൺകൊച്ചൊക്കെ പുറത്തു കൂടെ അങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ രാത്രി എന്താ ഈ പിള്ളേർക്ക് ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് ഇവൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നായകൻ ജയ്ക്കു ആണെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇവൻ്റെ ഫോൺ ഇവിടെ റൂമിൽ വെച്ചിട്ടാട്ടോ പോയിരിക്കുന്നത്. 2-3 തവണ ഏതോ ഒരു ലേഡി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലേഡിയുടെ പേരൊന്നും സേവ് ചെയ്തിട്ടില്ല. അതായത് ഒരു ലേഡി എന്ന് പറഞ്ഞിട്ടാണ് സേവ് ചെയ്തിരിക്കുന്നത്, ആ ഒരു പേര് സേവ് ചെയ്തിട്ടില്ല. നമ്മുടെ നായക വിചാരിക്കുന്നുണ്ട്, അല്ല ഇതിനിപ്പോൾ ഇവൻ്റെ എക്സ് ആവോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് ഗേൾ ഫ്രണ്ട് ആവോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഫോണും കൊണ്ട് വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലത്തേക്കാട്ടോ പോകുന്നത്. അപ്പോഴാണ് പൂളിൽ നേരത്തെ ഓടിപ്പോയ ഒരു ആങ്കൊച്ചില്ലേ, അവൻ പൂളിൽ വീണ് കിടക്കുന്നത്, കൈയും കാലൊക്കെ ഇട്ട് അടിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ ഓളിടുകയാണ് കേട്ടോ. ഈ കറക്റ്റ് ടൈമിൽ നമ്മുടെ നായകൻ അങ്ങോട്ടേക്ക് വരികയാണ്. അവൻ പെട്ടെന്ന് തന്നെ പൂളിലേക്ക് ചാടിയിട്ട് ആ കൊച്ചിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ് കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് ഈ കൊച്ചു തിരിഞ്ഞു നോക്കുന്നത്. അപ്പയുണ്ട് പുറകിൽ വലിയൊരു ടി വി ഉണ്ട് കേട്ടോ. ആ ടി വിയിൽ ഒരു ഷാർക്ക് നല്ല സ്പീഡിൽ ഇങ്ങനെ വരുന്ന ഒരു സീനായിരുന്നു. അതേ സ്പോട്ടിൽ പെട്ടെന്ന് ഏതോ ഒരു മനുഷ്യൻ ഇവൻ്റെ നേരെ വരുന്ന കാണുമ്പോൾ ഈ ആൺകുട്ടിയാണെങ്കിൽ മൊത്തത്തിൽ പേടിച്ച് അവൻ സ്വിം ചെയ്യുകയാണ് കേട്ടോ. ഇവൻ സ്വിം ചെയ്ത് പോകുന്നത് കണ്ടപ്പോഴാണ് നമ്മുടെ ബോം പെട്ടെന്ന് ഞെട്ടുന്നത്. അവൾ തീരെ എക്സ്പെക്ട് ചെയ്തില്ല ഈ ആങ്കൊച്ചിന് നീന്താൻ പറ്റുമെന്ന്. എന്തായാലും നമ്മുടെ നായകൻ ഈ ആങ്കൊച്ചിനെ പിടിച്ച് മേലേക്ക് കയറ്റുകയാണ് കേട്ടോ പൂളിന്ന്. അപ്പോഴാണ് ഒരു ലേഡി അങ്ങോട്ട് ഓടി വരുന്നത് കേട്ടോ. എന്ത് പറ്റി മോനെ എന്നൊക്കെ ചോദിച്ചിട്ട്. വേറെ ആരുമല്ല, ഈ ലേഡിയുടെ മോനായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഈ ആങ്കൊച്ച് അവൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, ദേ ഈ ചേട്ടൻ എന്നെ പേടിപ്പിച്ചു അമ്മാന്ന്.
നമ്മുടെ ജയ്‌ക്യു ഈ ഒരു ഇൻസിഡൻറ്റ് ഈ ലേഡിയുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ലേഡി ഇവൻ്റെ ഫേസിൽ ഒരൊറ്റ അടി കൊടുക്കുകയാണ് കേട്ടോ. ഈ അടി കണ്ടപ്പോൾ നമ്മുടെ നായികയ്ക്കാണെങ്കിൽ പണ്ടത്തെ ഈ ഇൻസിഡൻറ്റ് ഓർമ്മ വരികയാണ്. ഇവൾക്കാണെങ്കിൽ ഇതൊരു ട്രോമ പോലെ കെടുക്കുകയാണ് കേട്ടോ. അതായത് മുൻപ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഈ ഒരു റോസ് ഷർട്ട് ഇട്ട് വന്ന ലേഡിയുടെ ഹസ്ബൻഡ് ആർക്കൊക്കെയോ വിളിക്കുന്നുണ്ട്, ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്, ആരുടെയൊക്കെയോ വീട്ടിൽ പോയി മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ലേഡി വിചാരിക്കുന്നത് നമ്മുടെ ടീച്ചറായ ബോമിൻ്റെ അടുത്താണ് ഹസ്ബൻഡിൻ്റെ അഫയർ എന്നാണ് കേട്ടോ. ബോമിനാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിന് മുമ്പേ ഈ ലേഡി ആണെങ്കിൽ ഇവളുടെ മുടിയൊക്കെ പിടിച്ച് അങ്ങ് അടിക്കുകയാണ് ഇവളെ മൊത്തത്തിൽ. ഒരു ഫുൾ ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് സ്കൂൾ ഫുള്ള് പെട്ടെന്ന് ലീക്ക് ആവുന്നുണ്ട്, എല്ലാവരും അറിയുന്നുണ്ട് കേട്ടോ. ഇവള് ഇതൊക്കെ ആലോചിച്ച് നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഇവനാണെങ്കിൽ ഈ ലേഡിയുടെ അടുത്ത് പറയുന്നത്, അതെ നിങ്ങളുടെ മകന് പെട്ടെന്ന് പേടിച്ച് കാണും, ഇവിടെ അടുത്ത് വല്ല ഫാർമസി ഉണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും മരുന്ന് വാങ്ങി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ആ ലേഡീനെ പറഞ്ഞയക്കുകയാണ്. അപ്പം നമ്മുടെ നായികയ്ക്ക് ദേഷ്യം വന്നിട്ട് ഇവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ നിൻ്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് പറയാതിരുന്നതെന്ന് ചോദിക്കുകയാണ്. അവൻ പറയുന്നുണ്ട് അതിന് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ, ആ കൊച്ച് ഓക്കെ അല്ലേ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഇവള് പറയുന്നുണ്ട്, അത് പറ്റില്ല, നിങ്ങളോട് ശരിക്കും ആ ഒരു ലേഡി നന്ദിയാണ് പറയേണ്ടത്, നിങ്ങൾ അടിക്കുകയാണ് ചെയ്തത്. ചെയ്യേണ്ടതൊക്കെ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. അത് പിന്നെ അതൊരു ദിവസത്തേക്ക് നീക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനായി പോകുമെന്ന് പറയാണ്. ബോം എന്നിട്ട് ആ ലേഡീനെയും വിളിച്ച് ആ ലേഡിയുടെ പുറകെ പോകുക കേട്ടോ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതാട്ടോ കാണിക്കുന്നത്. ഇവിടെയാണെങ്കിൽ നമ്മുടെ നെഫ്യൂല്ലേ, അവൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, എല്ലാ കാര്യവും നമ്മുടെ അങ്കിളിനെ വിളിച്ച് പറയുന്ന ഫ്രണ്ട്, അവനും വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന്. അവൻ്റെ പേര് ഡോങ്പ്യോ എന്നാണ്. ഈ ഡോങ്പ്യോ ഇവരോട് പറയുന്നുണ്ട്, ടീച്ചേഴ്സിനോട് പറയുന്നുണ്ട്, അതായത് കഴിഞ്ഞ ദിവസം മാസ്റ്റർ പറഞ്ഞില്ലേ നല്ലൊരു ചാമ്പ്യൻ ഉണ്ടെന്ന്, ഒരു ഗ്രേറ്റ് മാസ്റ്റർ ഉണ്ടെന്നൊക്കെ, ആ ഒരു ഗ്രേറ്റ് മാസ്റ്ററിനെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവൻ പറയുന്നത് കേട്ടോ ടീച്ചേഴ്സിൻ്റെ അടുത്ത്. അതെ നമ്മുടെ ടീച്ചേഴ്സൊക്കെ നല്ല സ്മാർട്ടായിട്ട് തന്നെ പഠിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ നീല ഡ്രസ്സ് ഇട്ട ടീച്ചറാണ് കൂടുതൽ ഇത് പഠിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ ടീച്ചർ ഈ ഒരു സാറിൻ്റെ കൂടെയാണ് പെയറപ്പ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ചെയ്യുന്ന പോലെ നന്നായിട്ട് തന്നെ ഈ ടീച്ചർ ചെയ്യുന്നുണ്ട്. പക്ഷേ എവിടെയോ വെച്ച് ഒരു കയ്യബദ്ധം പറ്റുമായിരുന്നു കേട്ടോ ടീച്ചർക്ക്. അതായത് പ്രാക്ടീസ് ചെയ്യുന്നതിന് ഇടയ്ക്ക് അറിയാതെ കറക്റ്റ് സ്പോട്ടിൽ ഈ ഒരു സാറിനെ ചവിട്ടുകയാണ് കേട്ടോ ഈ ഒരു ടീച്ചർ. സാറാണെങ്കിൽ ജീവൻ പോയ പോലെ കേട്ടോ അവിടെ കിടന്ന് കരയുന്നത്. അതെ ഇന്നത്തെ സെഷനൊക്കെ കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഈ ടീച്ചറാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നമ്മുടെ സാറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഓക്കെ ആണോ, കുഴപ്പമില്ലല്ലോ, ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും, ഇനി ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ പേ ചെയ്യാമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവനാണെങ്കിൽ ഇത് നല്ല ദേഷ്യത്തിലാണ്, കാരണം അത്രയും പെയിനാണ് ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടിട്ട് ഇവൻ തന്നെ നടന്നു പോവാണ് കേട്ടോ വീട്ടിലേക്ക്. നെക്സ്റ്റ് സീനിൽ ഈ ഹോട്ടലിൻ്റെ CCTV റൂമാട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റൂമിലത്തെ CCTV ഫുട്ടേജ് വെച്ചിട്ട് നമ്മുടെ അമ്മ ഈ ഒരു ലേഡിക്ക് മനസ്സിലാവാണ് ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് പറ്റിയെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ നായകൻ്റെ അടുത്ത് സോറി പറയാണ്. അപ്പോൾ നായകൻ പറയുന്നുണ്ട്, അതെ രാത്രി ഫുള്ളിരുന്നിട്ട് ഈ സെക്യൂരിറ്റി ക്യാമറാസൊക്കെ നോക്കാനും ഒക്കെ പറഞ്ഞത് ദേ ആ നിൽക്കുന്ന ലേഡിയാണ്, അതുകൊണ്ട് അവരോട് സോറി പറയണമെന്ന് പറയാണ്. അപ്പോൾ ഈ ലേഡി പോയിട്ട് നമ്മുടെ നായകയുടെ അടുത്തും സോറി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ നെഫ്യൂ ആണെങ്കിൽ ഒരു തരി കണ്ണടച്ചിട്ടില്ല. വേറെ ഒന്നുമല്ല, സെജിൻ്റെ അടുത്തുനിന്ന് റിപ്ലൈ വന്നിട്ടില്ല ഇതുവരെ ഇവന്. ഇവൻ ഈ ഫോൺ നോക്കിയിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ അങ്കിള് പറയുന്നുണ്ട്, അത് ഇനി ആ ഫോൺ ഓഫാക്കി വെച്ച് ലൈറ്റൊക്കെ ഓഫാക്കി കിടന്ന് ഉറങ്ങാൻ നോക്കുക പറയാണ്. അപ്പോൾ അവൻ പെട്ടെന്ന് ലൈറ്റൊക്കെ ഓഫാക്കി ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കണ്ണടക്കുന്ന മൊമെൻറ്റിലാണ് നമ്മുടെ സെജിൻ്റെ കോൾ ഇവൻ്റെയിലേക്ക് വരുന്നത്. ഇവൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് റൂമിന് പുറത്തേക്ക് പോവുകയാണ്. ഇവൾക്കാണെങ്കിൽ കുറച്ച് ടെൻഷൻ ആവുകയാണ് കേട്ടോ. കാരണം ഇപ്പോൾ റൂമിൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അങ്ങനെ രണ്ടുപേരും കുറച്ച് കഴിയുമ്പോൾ ഫേസ് ടു ഫേസ് കിടക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ജയ്‌ക്യു ഇവളെ നോക്കിയൊരു കാര്യം പറയുന്നത്, എന്ത് ഭംഗിയാണ് കാണാൻ, ഭയങ്കര ഷൈനി ആയിട്ടുണ്ടെന്ന് പറയണം. ഓമാണെങ്കിൽ ഇവൻ്റെ ഈ ഡയലോഗൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഷോക്ക് ആവുകയാണ് കേട്ടോ. എന്താ എന്താ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഇവൻ പറയുന്നത്, അല്ല നിൻ്റെ പുറകിലുള്ള ആ ലൈറ്റൊക്കെ കാണാൻ എന്ത് രസമാണ്, സിയോൾ ഭയങ്കര ഡിഫറെൻറ്റാന്ന് പറയണം കേട്ടോ. അപ്പോഴാണ് ഇവൾ പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കുന്നത്. അപ്പോൾ ദേ അവിടെ നല്ലൊരു ലൈറ്റ് കാണാം കേട്ടോ. ആ വ്യൂ കാണുമ്പോൾ ഇവൾ ചിരിക്കുകയാണ് സ്വയം. അപ്പം നമ്മുടെ നായകൻ വിചാരിക്കുന്നുണ്ട്, ഇനിയും എത്ര നാളെടുക്കും ഇവൾക്ക് എന്നെ ഒന്ന് ഓർമ്മ വരാമെന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ നായികയ്ക്ക് ഇവനെക്കുറിച്ച് ഫുൾ ഓർമ്മ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവൾ അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു ഇവനെ ഓർമ്മയില്ല എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ ഇവൻ വിചാരിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ മെല്ലെ മെല്ലെ എന്നെ ഓർക്കുമായിരിക്കും, എന്നെ തിരിച്ചറിയുമായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ഇതേ നമ്മുടെ ജുണ്ണാണെങ്കിൽ സെജിനെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ആ വഴിക്ക് നമ്മുടെ ആക്ട്രസ്സില്ലേ, ഈ ഒരു ആക്ട്രസിനെ കോൾ ചെയ്തിട്ട് പറയുന്നുണ്ട്, അതായത് നിങ്ങൾ അന്വേഷിച്ച് നിങ്ങളുടെ മകളില്ലേ, ആ മകളിനെ ഞാൻ കണ്ടെത്തിയെന്ന്. ഈ ഒരു ആക്ട്രസിൻ്റെ മകള് വേറെ ആരും അല്ല കേട്ടോ, നമ്മുടെ നായിക തന്നെയാണ്. നായകനെ ഫസ്റ്റ് കണ്ടപ്പോഴേ ഇവൻ്റെ മനസ്സിൽ ഇവളുടെ ഒരു ഫേസ് കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ ഇവന് മനസ്സിലായത് ആരാന്ന്. ഇവൻ എന്നിട്ട് ഈ ഒരു ആക്ട്രസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഇത്രയും വർഷം അന്വേഷിച്ച ആ ഒരാളുടെ നെയ്ബർഹുഡിൽ തന്നെയായിരുന്നു നിങ്ങളുടെ മകളും ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് പെട്ടെന്ന് കണ്ടെത്തിയെന്ന്. അപ്പോൾ ഈ ഒരു ആക്ട്രസ് ചോദിക്കുന്നുണ്ട്, ആര് അന്ന് ഇത്രയും വർഷം മുമ്പ് നിൻ്റെ കാശ് കൊണ്ടുപോയ ആ ഒരാൾ താമസിക്കുന്ന അതേ നെയ്ബർഹുഡിലാണോ എൻ്റെ മോളെന്നാണ് ചോദിക്കുന്നത്.
അപ്പോൾ ഈ ഒരു ആക്ട്രസ് മകളുടെ ഡീറ്റെയിൽസും അഡ്രസ്സൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഇവൻ പറഞ്ഞു കൊടുക്കുന്നില്ല. അവൾ വീടുമായിട്ട് കരുതിക്കൂട്ടി കണക്ഷൻ വിട്ടതാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു റീസൺ കാണും. അപ്പോൾ അത് അറിഞ്ഞതിന് ശേഷം അഡ്രസ്സ് തരാം എന്നാണ് ഇവൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവൻ ഈ സംസാരത്തിൻ്റെ ഇടയിൽ ബോംബിൻ്റെ പേര് പറയുന്നത് കേട്ടിട്ട് നമ്മുടെ സെജിൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ്, ആരുടെ കാര്യം പറയണേ, എൻ്റെ ടീച്ചറിൻ്റെ ആണോ ചോദിക്കുകയാണ്. ഉണ്ടാണെങ്കിൽ അതിനുള്ള മറുപടി ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ നമ്മുടെ അങ്കിളിലെ നമ്മുടെ നായകൻ്റെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവളുടെ അടുത്ത്. അങ്ങനെ നെക്സ്റ്റ് ഡേ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമ്മുടെ നായികയാണെങ്കിൽ ആലോചിക്കുന്നുണ്ട്, അല്ല എനിക്ക് ഈ കാര്യങ്ങളൊക്കെ, അതായത് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു എന്ന്. ഇപ്പോൾ അവനോട് പറയേണ്ട ആവശ്യം എന്താ, അത് അറിയാത്ത പോലെ തന്നെ ഇരിക്കാം. അല്ല ഇപ്പോൾ അവനോട് എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നടക്കുമ്പോഴാണ് ഇവൻ പെട്ടെന്ന് വരുന്നത് കേട്ടോ. കാര്യം വേറെ ഒന്നുമല്ല, ഇവളുടെ ഇയർപോഡിൻ്റെ വേറൊരു പീസ് ഇവൻ്റെ ചെവിയിലാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ നെഫ്യൂ അത് തെറ്റിയെടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, അതേ എൻ്റെ നെഫ്യൂ അത് തെറ്റിയെടുത്ത് കൊണ്ടുവന്നതാണ്, നമ്മൾ കഴിഞ്ഞ ദിവസം സിയൂളെന്ന് ഉറക്കെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നായക പെട്ടെന്ന് തന്നെ അവൻ്റെ ചെവിയിൽ നിന്ന് അത് വലിച്ചൂരിയിട്ട് ഓടുകയാണ് കേട്ടോ. ഈ കാര്യങ്ങളൊന്നും ഉറക്കെ വിളിച്ചു പോവല്ലേ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇവളിങ്ങനെ ഓടിപ്പോകുന്നത്, അതായത് നമ്മുടെ നായകൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോകുന്നത് ഈ ഒരു ടീച്ചർ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ നമ്മുടെ നായികയുടെ അടുത്തേക്ക്. അപ്പോൾ ഈ ടീച്ചറാണെങ്കിൽ മൊത്തത്തിലെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല കഴിഞ്ഞ ദിവസം നിങ്ങൾ അവൻ്റെ കൂടെ സിയോളിലേക്ക് പോയോന്ന്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, അതെ നിങ്ങൾ ബാക്കിയുള്ളവർ പറയുന്നതൊക്കെ അങ്ങ് കേൾക്കാൻ നിൽക്കരുത് കംപ്ലീറ്റ് ആയിട്ട്. മിസ്റ്റർ ഹോങ്ങിൻ്റെ കൈമ ശരിക്കും ഈ നമ്മുടെ അങ്കിള് കാരനാണോ കൈമ അങ്ങനെ ഒരു പാട് വന്നതെന്ന് അന്വേഷിക്കണം. മാത്രമല്ല ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അങ്ങേര് ആരെയൊക്കെ രക്ഷിക്കുന്ന കണ്ടു, പക്ഷെ ആരെയും ഉപദ്രവിക്കുന്നൊന്നും കണ്ടില്ല എന്നാണ് ഇവൾ പറയുന്നത് കേട്ടോ. അപ്പോഴേക്കും ബാക്കിയുള്ള സ്റ്റാഫൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജയ്ഗു അങ്ങനെ റിലേഷൻഷിപ്പിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളായിരുന്നു. ഒരു നെഫ്യൂ ഉള്ള കാരണം ഒരു റിലേഷൻഷിപ്പിലും ഇൻവോൾവ് ആവാൻ അവന് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ കേട്ടിട്ടില്ല എന്നൊക്കെ അങ്ങനെ പറയാണ്. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മറ്റേ ഹോങ്ങും അങ്ങനെയുള്ള എല്ലാവരും കയറുകയാണ് കേട്ടോ ഇടയിൽ. അപ്പോൾ ഇവരുടെ ഈ സംസാരം കേൾക്കുമ്പോൾ ഒരു സാറ് വന്ന് പറയുന്നുണ്ട്, അല്ല ഇത്ര നാളായിട്ട് അയാൾ ആരോടും ഇഷ്ടമൊന്നും പറഞ്ഞില്ല, ഒരു റിലേഷൻഷിപ്പും ഇല്ല, ചിലപ്പോൾ ഈ അങ്കിളും നീസും എന്ന് പറഞ്ഞ് നടക്കുന്നത് ചുമ്മാതായിരിക്കും, ചിലപ്പോൾ സ്വന്തം മോനായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ ലാംഗ്വേജ് ടീച്ചർ മുൻപുണ്ടായ ഒരു ഇൻസിഡൻറ്റ് പറയുന്നത് കേട്ടോ. ഈ ടീച്ചർ ഒരു മാർക്കറ്റിൽ പോയ സമയത്ത് നമ്മുടെ ജയ്ഗുവിൻ്റെ ഫേസ് കണ്ടിട്ടില്ല, പക്ഷേ കയ്യിലത്തെ ടാറ്റു ഒക്കെ കണ്ടിട്ട് ജയ്ഗു തന്നെയാണെന്നാണ് പറയുന്നത്. അവിടെ വന്ന പെൺകുട്ടി ജയ്ഗുവിൻ്റെ അടുത്ത് ഒരു കുഞ്ഞിയെ കൊച്ചിനെ കുറിച്ച് പറഞ്ഞ് കരയുന്നുണ്ടെന്നായിരുന്നു പറയുന്നത്. ജയ്ഗുവിൻ്റെ സ്വഭാവം അത്ര നല്ല സ്വഭാവമൊന്നും ആയിരിക്കില്ല എന്നൊക്കെയാണ് ഇവർ സംസാരിച്ച് വരുന്നത് കേട്ടോ. അങ്ങനെ ഈ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ നായികയുടെ ഫോൺ അടിക്കുന്നത് കേട്ടോ. അതിൽ ദാറ്റ് വുമൺ എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറാണ് വരുന്നത്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ നെഫ്യൂ ആണെങ്കിൽ സെജിൻ്റെ അടുത്ത് സോറി പറയാൻ പല മെത്തേഡ്സും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഒരു ബുക്കിൻ്റെ ഫ്രണ്ടിൽ സോറി ഒക്കെ എഴുതി ഇവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇവളെ പഠിക്കാൻ വേണ്ടി ഒന്ന് മോട്ടിവേറ്റും ചെയ്യുന്നുണ്ട്. അതായത് ഓരോരുത്തരും ഓസ്കാർ വാങ്ങിയത് 14ാമത്തെ തവണയാണ്, അങ്ങനെ ഒരു മോട്ടിവേഷൻ കാര്യങ്ങളും പറയുന്നുണ്ട്. മാത്രമല്ല ഇവൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നോട്ട്സും ഇവൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫൈനൽ എക്സാമിന് വരാൻ ചാൻസസ് ഉള്ളതാണ് ഇതൊക്കെ, നീയെ പഠിച്ചുകൊണ്ട് തന്നെ ബീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് ഇവൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഇവൾക്ക് ഇവനെ ബീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവൻ പറയുന്നത്. സെജിൻ്റെ അടുത്ത് നമ്മുടെ നെഫ്യൂ പറയുന്നുണ്ട്, നീ പഠിച്ച് തന്നെ ബീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ സെജിൻ ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ നിന്നെ ബീറ്റ് ചെയ്യണമെന്ന് നിനക്ക് എന്താ അത്ര നിർബന്ധം എന്ന് ചോദിക്കുകയാണ്. പക്ഷേ അതിനൊന്നുള്ളൊരു മറുപടി കൊടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ സെജിൻ്റെ അടുത്ത് ഇവനൊരു ചെറിയ ക്രഷ് ഉണ്ടെന്ന്. അങ്ങനെ നമ്മുടെ സെജിന് പഠിക്കാൻ ആവശ്യമുള്ള നോട്ട്സൊക്കെ കൊടുത്തിട്ട് ഇവൻ അവിടുന്ന് പോവുകയാണ് കേട്ടോ. അതെ നെക്സ്റ്റ് സീനിൽ നൈറ്റ് ആയിട്ടോ. നമ്മുടെ നായകയാണെങ്കിൽ നല്ല മഴയത്ത് ഒരു കുടയൊക്കെ പിടിച്ച് ആലോചിച്ച് നടക്കുകയാണ്. വേറെ ആരെയും കുറിച്ചല്ല ആലോചിക്കുന്നത്, നമ്മുടെ നായകനെ കുറിച്ചാണ്. അപ്പോഴാണ് ദൂരെ നമ്മുടെ നായകൻ നിൽക്കുന്നത് കേട്ടോ. അവനാണെങ്കിൽ ഒരു ഡ്രെയിനേജ് ഹോളിൻ്റെ അവിടേക്ക് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നല്ല ശക്തിയിൽ ഡ്രെയിനേജ് ഹോളിൻ്റെ മേലെ 2 കമ്പിയുണ്ട്. ആ കമ്പി അങ്ങ് വലിച്ച് പൊട്ടിക്കാനാട്ടോ ഇവൻ ട്രൈ ചെയ്യുന്നത്. ബാക്കി നമുക്ക് പാർട്ട് 2 കാണാം കേട്ടോ ഈ എപ്പിസോഡിന്.